ഹായ് കൂട്ടുകാരെ, നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ഇഡ്ഡലി മസാല കേട്ടോ. രാവിലെ ബാക്കി വന്ന ഇഡ്ഡലിയാണ്. അപ്പോൾ അത് കളയാതെ നമുക്ക് വൈകുന്നേര സമയത്ത് ചായയുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ഇഡ്ഡലി മസാല. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെ അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ചട്ടി അടുപ്പിൽ വെച്ച് അതിനകത്ത് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തേ. അത് ചൂടായി വരുമ്പം ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് സവാളയും 3 പച്ചമുളകും, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇച്ചിരി വലിയ തക്കാളിയാട്ടോ. അതും സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ നല്ലപോലെ വഴണ്ട് വരണം. ഇതിലേക്ക് നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ കേട്ടോ. ഇഡ്ഡലിക്ക് ഉപ്പ് ഉണ്ടായതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ആവശ്യത്തിന്. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇനി നമുക്കതിലേക്ക് മുളക് പൊടി, ഒരു സ്പൂൺ മതി. അതിലേക്ക് നമുക്ക് ഇച്ചിരി മസാല, നല്ല വെജിറ്റബിൾ മസാല കേട്ടോ. അത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അതുകൊണ്ട് ഇത്രയും ഗ്രേവി വേണം ഇതിന് കേട്ടോ. ഇഡ്ഡലി ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചതാണ്. ഇനി നമുക്ക് ഇത് അതിലേക്ക് ഇടാം. നമുക്ക് ഇച്ചിരി നേരം അതിനകത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മസാലയൊക്കെ അത് നല്ലപോലെ നമുക്ക് പിടിച്ച് സൂപ്പർ ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായി ഇളക്കി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ ഇഡ്ഡലി മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ഇട്ടേരെ.